ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് കുറച്ച് പേർ ചേർന്നിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോയായിരുന്നു. ഒരു ഗോഗോലാൻഡ് റിസോർട്ട് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയതിൻ്റെ വിശേഷങ്ങളും ഒരു ഡേ എങ്ങനെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുള്ളതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ രാവിലെ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബിക്കോസ് ഞങ്ങൾ ഇറങ്ങിയ ശേഷമാണ് അറിയുന്നത് അവിടെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടില്ല, വെൽക്കം ഡ്രിങ്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന്. സോ അതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാനൊരു പ്ലെയിൻ ദോശയാണ് കഴിച്ചു കേട്ടോ. പ്ലെയിൻ ദോശയും ഒരു ചായയും. ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എന്നാലും നമ്മളൊരു വൺ ഡേ ട്രിപ്പല്ലേ, ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് പോയൊരു ട്രിപ്പാണ് ഇത്. വന്നിട്ട് ഗോഗോ ഐലൻഡ് റിസോർട്ടെന്ന് പറയും, പൂവാറാണ്. ഒരുപാട് റിവ്യൂസൊക്കെ കേട്ടിട്ടാണ് പോകുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ചൊരു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും നമുക്കൊരു കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണെന്ന് തോന്നി. അതുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ +1 +2 ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സാണ്. അപ്പോൾ ഞങ്ങളുടെ ബാച്ച് എന്ന് പറയുമ്പോൾ ചെറിയൊരു ബാച്ചായിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് ഫ്രണ്ട്സ്, എല്ലാവരും ഇല്ല, പക്ഷേ ഞങ്ങൾ കുറച്ച് പേർ ചേർന്ന് പോകുന്നതാണ്. പിന്നെ വേറെ ഫ്രണ്ട്സും അവരുടെ വൈഫൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചേർന്ന് ഞങ്ങൾ ഒരു 8 പേർ ചേർന്ന് പോകുന്ന ചെറിയ ട്രിപ്പാണ്. അപ്പം ഞങ്ങളൊരു ഡേ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഈ വഴിയോരം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബിക്കോസ് എനിക്ക് കുറേ സംസാരിക്കാൻ കുറേ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സാധാരണ ട്രിപ്പും ഗെറ്റ് ടുഗെദറൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ മിക്കവാറും നമ്മുടെ ട്രിവാൻഡ്രത്തെ സംസം അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സോ അങ്ങനെയുള്ള കനകക്കുന്ന് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്ഥലത്ത് ഗെറ്റ് ടുഗെദർ വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊരു ഡേ ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ എങ്ങനെയാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്രയിലാണ്. ഒരുപാട് ഇപ്പം ഞങ്ങളുടെ കൂടെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാറിൽ ഭയങ്കര സംസാരവും ചിരിയും ബഹളമൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ബാക്കി 4 ഫ്രണ്ട്സ് നമ്മൾ അവിടെ വെച്ച് ജോയിൻ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഗോഗോ ഐലൻഡ് റിസോർട്ടിൻ്റെ പാർക്കിങ്ങിലോട്ടാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ അവിടെ പൂവാർ എത്തിയിട്ടാണ് നമ്മൾ പാർക്കിങ്ങിൽ വെച്ചിട്ടാണ് എല്ലാവരും മീറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഞങ്ങളൊരു 9:30 മാക്സിമം ഒരു 9:30 എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ചെറിയൊരു ബോട്ടിൽ അക്കരയിലോട്ട് എത്തിക്കും. അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പം നമ്മൾ പൂവാറെത്തിയിട്ടുണ്ട്. ഈ ഗോഗോ ഐലൻഡ് റിസോർട്ട് എന്ന് പറയുന്നത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്. ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലെയൊക്കെ ഇരിക്കും. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഉള്ളിലോട്ട് പോകണം. നിങ്ങൾക്ക് വഴി കണ്ടാൽ തന്നെ അറിയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ചെറിയ ചെറിയ വഴികളാണ്, ഒരുപാട് ഉള്ളിലോട്ട് നമ്മൾ പോകേണ്ടി വരും. പിന്നെ എന്താ പറയുക, ഇതുപോലെ തന്നെ ഒരുപാട് ബോട്ടിങ്ങിൻ്റെയും അതിൻ്റെയൊക്കെ ബോർഡ് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. ബോട്ടിങ്ങിൻ്റെ, ലേക്ക് വ്യൂ ഉള്ള റിസോർട്ട്സിൻ്റെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. അപ്പം എനിക്ക് ഈ സ്ഥലത്തിനെക്കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല. എന്നാലും ഫസ്റ്റ് ടൈം വന്നതിൻ്റെ ചെറിയ പേടിയും ഇതെല്ലാം ഉണ്ട്. ഇതാണ് ഗോഗോ ഐലൻഡ് റിസോർട്ടിൻ്റെ പാർക്കിംഗ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകേണ്ടത്. ഇതാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സൈഡ്. ഇതാണ് ഇത് അവിടെ കുറേ ബോട്ട്സ് ഉണ്ട്. അപ്പോൾ എയർ റിസോർട്ട്സിൻ്റെയാണ്. അപ്പം നമുക്ക് വരാനുള്ളൊരു ചെറിയ ബോട്ട് ഇപ്പം അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അവിടെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നില്ലേ, അപ്പോൾ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. കാര്യം നമ്മൾ ഇവിടെ നിന്ന് ആ ബോട്ടിൽ കയറ്റിയാണ് ഇത് അപ്പുറത്തോട്ട് കൊണ്ടാക്കാൻ പോകുന്നത്. സോ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഇത് കേട്ട് ഇതേ ഉള്ളൂ, എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ കുഴപ്പമില്ല, കൊള്ളാം. ഈ വ്യൂ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എന്തോ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് പോകുന്ന ബോട്ടാണ് പോയത്. ബോട്ടിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ബിക്കോസ് അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. ബോട്ടിൽ കയറേണ്ടത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. അതായത് നിങ്ങൾക്ക് ആ ക്യൂവിൽ തന്നെ കാണാം ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്നു ഒരു 350 അടുപ്പിച്ച ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ, ഫാമിലി ആയിട്ടും ഓഫീസ് ഗെറ്റ് ടുഗെദറായിട്ടും അങ്ങനെ. അപ്പോൾ അതായത് ഇതുപോലൊരു വഴി കൂടെ നടന്നാണ് നമ്മൾ ആ ബോട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ ഇതുപോലൊരു വഴി കൂടെ നടന്നിട്ട് ആ റിസോർട്ടിലോട്ട് പോകേണ്ടത്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും സ്ഥലങ്ങളൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു റിസോർട്ടിന് ചേർന്ന സ്ഥലം അല്ലാത്ത പോലെ തോന്നി. കാര്യം അത്ര വലിയ മെയിൻറ്റെയിൻഡ് ഒന്നും അല്ലായിരുന്നു അപ്പുറത്ത്. കാര്യം എല്ലാം പുല്ല് വളർന്നും കാട് വളർന്നൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കാടൊക്കെ പിടിച്ച് വെള്ളമൊക്കെ കയറി കിടക്കുന്ന സ്ഥലമാകുമ്പോൾ തോന്നി. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നപ്പോൾ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് പോയത് 8 പേർക്കുള്ളത്. അപ്പോൾ ആ രജിസ്ട്രേഷൻ എല്ലാം ചെയ്തു. എന്നിട്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. നല്ല ഇതുണ്ടായിരുന്നു. അവിടെ ചെന്ന ഉടനെ നല്ല വെൽക്കമിങ് ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട്. ഫാമിലീസ് ഉണ്ട്,
എന്താ ഓഫീസ് ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ട്, ഓഫീസിൽ നിന്ന് വൺ ഡേ ട്രിപ്പിന് വന്ന ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് നമ്മൾ എടുത്ത പാക്കേജ് വെച്ചിട്ട് നമുക്കൊരു ടാഗ് കിട്ടി കയ്യിൽ കെട്ടാനായിട്ട്. ഇത് നമ്മൾ ഈ റിസോർട്ടിൽ നിന്ന് പോകുന്ന വരെ നമ്മുടെ കയ്യിൽ ഈ ടാഗ് ഇട്ടേക്കണം എന്നാണ് പറഞ്ഞത്. സോ അങ്ങനെ ഒരു ടാഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെടുത്ത പാക്കേജ് അനുസരിച്ചാണ് ടാഗ് വരുന്നത്. ഓറഞ്ച് ടാഗും ഉണ്ട്, ഗ്രീൻ ടാഗും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെച്ചാൽ ഞങ്ങളിവിടെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ 3 ലേഡീസ് ഉള്ളതുകൊണ്ട് ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ചിനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമോ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂമിൻ്റെ ബുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ് എല്ലാം കൂടെ അവിടെ നിൽക്കുന്നത്. ഇത് റിസപ്ഷൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് ആ കാണുന്ന ബ്രൗൺ കളർ ആ ഒരു കോട്ടേജാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അത് ഫുള്ളായിട്ടല്ല കേട്ടോ, അതിൽ ഒരു റൂം, 3 റൂംസുള്ള കോട്ടേജാണത്. അതിൽ ഒരു റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞങ്ങളെ കൊണ്ടുപോവാണ് ഇദ്ദേഹം. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി 3 റൂം ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു റൂമിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമുക്ക് ജസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു റൂമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഓൾസോ അവിടെ എല്ലാം ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു. ഞങ്ങൾ ഒരു 5 ദിവസം മുമ്പ് വിളിച്ചപ്പോൾ തന്നെ ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. അത്ര തിരക്കുള്ള സ്ഥലമാണെന്ന് അറിയില്ല ഇത്, പക്ഷേ ഞങ്ങൾ കഷ്ടിച്ചാണ് ഞങ്ങൾക്ക് ഒരു റൂം കിട്ടിയത്. പിന്നെ ഞങ്ങളെല്ലാം ഡ്രസ്സും പാക്കേജും ബാഗും എല്ലാം കൂടെ വെച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി എല്ലാവരും കൂടി. ഇതാണ് ഗോഗോ ഐലൻഡ് റിസോർട്ടിലെ ആക്ടിവിറ്റി സ്പോട്ട്സ്. ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, ഇവിടെ ആക്ടിവിറ്റീസിനുള്ള കുറേ സ്പോർട്സ് ഉണ്ട്, ഒരുപാടുണ്ട്. കാര്യം നമുക്കൊരു 1 ഡേ എങ്ങനെയാണോ സ്പെൻഡ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഗെയിംസ് ആണെങ്കിൽ ഗെയിംസ് ഉണ്ട്. നമുക്ക് പല പല ആക്ടിവിറ്റീസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ഫിഷ് സ്പാ ആണ് കേട്ടോ, ഫിഷ് സ്പാ. അപ്പോൾ പിന്നെന്താ ഇത് ഒരുപാടുണ്ട്, എനിക്ക് പേരൊന്നും കറക്റ്റ് പറഞ്ഞുതരാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട്. പിന്നെ ഈ ഒരു ഇത് റൈഡിൽ കയറണമെന്ന് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കുറച്ച് പേര് കയറി, കുറേ പേർക്ക് അതിൻ്റെ ക്ഷീണം തീർന്നു കിട്ടി. കാര്യം നല്ല എന്താ പറയുക, ഒരു ഹെവി വർക്കൗട്ടായിരുന്നു അത്. പിന്നെ ഇത് കുറച്ച് ഫാമിലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ സ്വന്തമായിട്ട് തന്നെ മൈക്കും സ്പീക്കറൊക്കെ കൊണ്ടുവന്നിട്ട് പാട്ടും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ടൊക്കെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. സോ ഇതൊക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നതായിരുന്നു ഇങ്ങനൊരു സ്ഥലത്ത്. പക്ഷെ കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ സിപ്പ് ലൈനിൽ കയറാനായിട്ട് കയറുകയാണ്. പോകുന്നത് ഞാനാണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. കാര്യം ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും നല്ല രസമുണ്ടായിരുന്നു. നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു. ഇത് ഞാനും എൻ്റെ ഹസ്ബൻഡും 2 ഫ്രണ്ട്സും കൂടെ ചേർന്ന് കയറിയതാണ്. എൻ്റെ അമ്മ ഇതിൽ കയറണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതങ്ങ് തീർന്നു കിട്ടി. ബിക്കോസ് ഒന്നാമതായി ഞാൻ വയ്യായിരുന്നു എനിക്ക്. അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ പിന്നീട് ഞാൻ ഒരു ആക്ടിവിറ്റിക്ക് ഇറങ്ങിയില്ല എന്ന് തന്നെ വേണം പറയാം. ഈ വ്ളോഗിങ്ങിന് പോലും തന്നെ ഇറങ്ങിയില്ല എന്ന് തന്നെ വേണം പറയാം. ആ രീതിയിലായിപ്പോയി. പക്ഷേ കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒരു 1 ടൈം എക്സ്പീരിയൻസിന് ഒരു ബെസ്റ്റ് ആക്ടിവിറ്റി തന്നെയായിരുന്നു ഇത്. പക്ഷേ ഇനി ജീവിതത്തിൽ ഇത് കയറില്ല എന്നുള്ള തീരുമാനം കൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. ഇത് ഞാൻ പുറത്തുനിന്ന് ഫ്രണ്ട്സ് ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ ഇതെന്താ എല്ലാവരും ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്, എന്താണ് ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇതിൽ കയറിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ കിളി പറക്കുന്നൊരു സാധനമായിരുന്നു. ഇതിലൊക്കെ കയറിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതോ ഞങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമാണോ ഇങ്ങനെയാണെന്നുള്ളതൊക്കെ. പക്ഷേ കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഒരു 1 ടൈം എക്സ്പീരിയൻസിന് കൊള്ളാം. ഇവരെൻ്റെ ഹസ്ബൻഡ് അവർ പേടിച്ചു, പുള്ളിക്കാരൻ പേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എത്രത്തോളം ഇമ്പാക്റ്റുള്ള സാധനമാണെന്ന്. പക്ഷേ കൊള്ളാം. പക്ഷേ വേറെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇഷ്ടമായി. വേറെ കൂടെ വന്ന ഫ്രണ്ട്സൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല, ഞങ്ങൾ കയറിയ സമയത്ത് എല്ലാവരും ഇതിൻ്റെ സ്പീഡൊക്കെ കൂട്ടുകയും ചെയ്തു. അപ്പം അവരൊക്കെ ഫ്രണ്ട്സ് കയറിയ സമയത്ത് ഇതിൻ്റെ സ്പീഡ് വലിയ സ്പീഡില്ലായിരുന്നു ഇങ്ങനെ കറക്കുമ്പോഴില്ലേ. പക്ഷെ ഞങ്ങൾ കയറിയ സമയത്ത് നല്ല സ്പീഡിൽ അവർ കറക്കിയത്. അപ്പോൾ അതുകൊണ്ടും കൂടി ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവരും കൂടി നല്ല കിളി പറന്നുപോയി. അവസാനം അവർ തലകുത്തനെ നിർത്തിയപ്പോഴത്തേക്ക് ചേച്ചി ചോദിച്ചു, എന്താ ചേട്ടാ ഉണക്കായിട്ടേക്കാണോ ഞങ്ങളെ എന്ന് പറഞ്ഞു. ആ രീതിയിലായിപ്പോയി ഞങ്ങളുടെ അവസ്ഥ. പിന്നെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിതാ ഇങ്ങോട്ടൊക്കെ നടക്കാൻ ഇറങ്ങി. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പൊതുവേ സത്യം പറഞ്ഞാൽ ഒരു ഫാമിലിക്കും ഫ്രണ്ട്സിനും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ്. ഞാൻ എന്താ പറയുക, പിന്നെ കപ്പിൾസിന് വരാം. പിന്നെ അവിടെ ബാക്കിൽ കാണുന്നില്ല ബ്രൗൺ കളർ, അതൊക്കെ കോട്ടേജസ് ആണ് കേട്ടോ. അതൊക്കെ പല പല റേറ്റ്സിൽ വരുന്ന ഓരോ കോട്ടേജസ് ആണ്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ഞങ്ങൾ ബുക്ക് ചെയ്തത് നേരത്തെ കാണിച്ചില്ലേ, അതാണ്. പിന്നെ ഇതാണ് വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം. അവിടെ ഇതുപോലെ ഒരുപാട് വെച്ചിട്ടുണ്ട്. ഷട്ടിൽ കളിക്കണമെങ്കിൽ അത് കളിക്കാം, ബാഡ്മിൻ്റൺ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു, നമുക്ക് ഇന്ന തന്നെ സെലക്ട് ചെയ്യണം എന്നൊന്നുമില്ല.
ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് കിട്ടിയ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുകയാണ്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മളെല്ലാം ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആക്കുകയാണ്. ഇത് കണ്ടില്ലേ, കുഞ്ഞു കുട്ടികൾ വന്ന് കളിക്കുന്ന സീസോയിൽ കളിക്കുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞു. ഞാൻ ആക്ച്വലി ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു, ഞങ്ങൾ ആദ്യമേ പോയി കഴിക്കായിരുന്നു. അതുകൊണ്ട് കുറച്ച് ആ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും പൂളിലോട്ട് ഇറങ്ങിയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പൂളിലോട്ട് ഇറങ്ങി. ഇതൊരു 3 മണി സമയമാണ് കേട്ടോ, 3 മണി ആ ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് മഴയൊക്കെ പെയ്തിട്ട് ആ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പൂളിലോട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണം ഫ്രണ്ട്സും എല്ലാവരും കൂടി കളിച്ച് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ, ഓൾറെഡി മഴയും പെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ പൂളിൽ ഓൾറെഡി എല്ലാവരും ഉണ്ട്, അവിടെ വന്ന ആൾക്കാരെല്ലാവരും പൂളിലോട്ടുണ്ട്. കാര്യം രാവിലെ തന്നെ എല്ലാവരും അത്യാവശ്യം നല്ല ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാവരും പൂളിലോട്ട് ഇറങ്ങും. അപ്പോൾ ഇതാണ് ഈവനിങ് ഒരു ഇപ്പോൾ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാര്യം ആ വെയിലെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു 4:30-5 മണി ആ സമയം. പക്ഷെ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. കാര്യം നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പൂളിലെല്ലാവരും കൂടെ കളി ബഹളം ഭയങ്കര രസമായിരുന്നു. ഫാമിലീസ് ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും നല്ലൊരു വൈബിൽ തന്നെയായിരുന്നു. പിന്നെ ഈവനിങ് അവിടെ സ്നാക്സും ചായയും സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാനും ഞാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ പാക്കേജിലുണ്ടായിരുന്നതാണ് കേട്ടോ എല്ലാം. അപ്പം അതും സെർവ് ചെയ്തു. അപ്പം ഈവനിങ് ഇതുപോലെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. എല്ലാവരും പൂളിൽ ഇറങ്ങി കളിയായിരുന്നു. രാവിലെ ഫുൾ ആക്ടിവിറ്റീസ്, ഈവനിങ് പൂൾ, അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോ സെഷനൊക്കെ എടുത്തിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇതുപോലെ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലവും ഒരു അറ്റ്മോസ്ഫിയറൊക്കെ തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ അടിച്ചു പൊളിച്ചു എന്ന് വേണം പറയാം. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഒരു നമുക്കൊരു ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് പരാതിയുള്ളത് ഇവിടെയുള്ള സ്ഥലങ്ങളുണ്ടോ, ഇതൊക്കെ കുറച്ചും കൂടി നല്ല വൃത്തിയായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് നമുക്ക് ടൂറിസ്റ്റിനൊക്കെ അട്രാക്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു പരാതി മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ ആ ഒരു വൃത്തിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ റൂംസൊക്കെ നല്ല വൃത്തി ഉണ്ടായിരുന്നു, ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു, അതൊന്നും ഒരു കുഴപ്പമില്ല. ഈ പുറമേ ഉള്ള ആ ഒരു ഏരിയ അത് മാത്രം കുറച്ച് നേരം നന്നായിരിക്കുന്നെങ്കിൽ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഒരുപാട് റിവ്യൂസും കിട്ടുമായിരുന്നു. പിന്നെന്താ, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇങ്ങനെ ഇറങ്ങി. എല്ലാവർക്കും ഒരു ഡേ സ്പെൻഡ് ചെയ്തതിൻ്റെ ആ ഒരു സന്തോഷവും എല്ലാം ഉണ്ട്. പിന്നെ പൂളിൽ കളിച്ചതിൻ്റെ ക്ഷീണവും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളിനി നെക്സ്റ്റ് എങ്ങോട്ടാണ്, ഫുഡ് കഴിക്കാൻ പോകണോ, കറങ്ങാൻ പോകണോ, ഇനി ഈവനിങ് എങ്ങനെയാണ് എന്നുള്ളൊക്കെ ഒരു പരിപാടിയിലാണ്. സോ ഇതാണ് ഞാൻ. അപ്പോൾ എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് ദിസ് വ്ളോഗ് ആൻഡ് ഓൾസോ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ബിക്കോസ് ഒരു 1 ഡേ ഞങ്ങളുടെ ട്രിപ്പ് ഇതുപോലെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കി പോവുകയാണ്. നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു സൺലൈറ്റൊക്കെ കണ്ടോ. ഇതൊരു 6 മണി ആ ടൈമാണ് കേട്ടോ, 6 മണി 6:15 ആ ടൈമാണ്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ കൂടെ സ്വാനൊക്കെ പോകുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഡക്കാണോ സ്വാനാണോ ഏതാണെന്നറിയില്ല, പക്ഷേ ആ സംഭവം പോകുന്നല്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ആക്ച്വലി സ്ഥലം എനിക്ക് ഓക്കെ ആയിരുന്നു. കാര്യം ഞാൻ വയനാട്, നമ്മുടെ വൈത്തിരി പാർക്ക് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീഗാലാൻഡ് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയിട്ടുള്ളതുകൊണ്ട് ഇങ്ങനൊരു സ്പോർട്സ് ഏരിയയിൽ വന്നപ്പോഴത്തേക്കും ഒരു 1 ഡേ ട്രിപ്പിന് വന്നപ്പോഴത്തേക്കും എക്സ്പെക്റ്റേഷൻ വലുതായിട്ടില്ലായിരുന്നു. എന്നാലും നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ബോട്ട് വന്നു, നമ്മളെല്ലാവരെയും കയറ്റി ബോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് ആക്കി തന്നു. അപ്പോൾ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറെ ചെയ്ത ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് അപ് ടു മാർക്ക്. ബട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് ഓക്കെ എന്നാണെങ്കിൽ ഇതൊരു ഓക്കെ പ്ലേസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ വാവൊന്നും പ്രതീക്ഷ ആരും പോകരുത്. കാര്യം ഞാൻ അങ്ങനെ പോയി, അതുകൊണ്ടാണ് എനിക്ക് അയ്യോ ഇത്രയേ ഉള്ളോ എന്ന് തോന്നി. കാര്യം ആ ഒരു നമ്മൾ കണ്ടില്ല, അത്രയും മാത്രമേ ഉള്ളൂ സംഭവം എന്ന് വെച്ചാൽ. വലിയ ഒരുപാട് സ്ഥലവും ഒരുപാട് ഏക്കറോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ആ നമ്മൾ കണ്ടില്ലേ, അത്രയും സ്ഥലവും അത്രയും ആക്ടിവിറ്റീസും മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ നന്നായിട്ട് പറയാമെന്ന് വെച്ചാൽ പൂളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തി. നമ്മളെ ഫ്രണ്ട്സിന് വേണ്ടി ഏറ്റിരിക്കുകയാണ്. എന്തോ വരുന്നവർ, ആ ബോട്ടിൽ വരുന്നവരാണ്. അപ്പോൾ രാവിലെ കൊണ്ടുപോയതിൽ തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ് അവർ. ജസ്റ്റ് അപ്പുറത്ത് ക്രോസ് ചെയ്താൽ മതി, ആ ബോർഡ് കാണുന്നില്ല, അവിടെ തന്നെയാണ് അതിൻ്റെ അവിടെ നിന്നാണ് കയറുന്നത്, ഇവിടെ കൊണ്ട് ഇറങ്ങും, അത്രയേ ഉള്ളൂ. സോ ഇറ്റ് വാസ് എ ഗുഡ് ഡേ ആൻഡ് എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസായിട്ടും വരും. ബൈ.